ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഉണക്കച്ചെമ്മീനും മാങ്ങ ഇട്ടിട്ടുള്ള നല്ലൊരു ചമ്മന്തിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 20 രൂപയുടെ ഒരു പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഉണക്കച്ചെമ്മീനെ നമുക്കൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഫ്ലെയിം ഓണാക്കി ഞാനിത് ഇവിടെ വറുത്തെടുക്കാൻ പോവാണ്. പെട്ടെന്ന് കരിഞ്ഞു പോകാണ്ടിരിക്കാൻ ഞാൻ ഫ്ലെയിം കുറച്ച് വയ്ക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇത് നന്നായി ഇളക്കി കൊടുത്ത് ഫ്ലെയിം കുറച്ച് വെച്ച് നന്നായി ഇതൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. നന്നായി വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി ഇതിൻ്റെ തലയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. ഇതേപോലെ നമുക്ക് വൃത്തിയാക്കി എടുക്കാം. ഇനി നമുക്ക് വേണ്ടത് 4-5 പച്ചമുളക്, നമ്മുടെ എരിവിന് ആവശ്യമുള്ളത്. നാടൻ മുളകാണ് ഇതിന് നല്ലത്. പിന്നെ ഒരു 10-12 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വേണ്ടത് ഇനി മാങ്ങയാണ്. ഇപ്പം ഞാനിത് ഫ്രീസറിൽ വെച്ചിട്ടുള്ള മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് മാങ്ങ കഷ്ണങ്ങൾ എടുക്കാം. നമുക്ക് മാങ്ങയുള്ള സമയത്ത് ഇതേപോലെ ഫ്രീസറിൽ മാങ്ങ സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് മാങ്ങ ഇല്ലാത്ത സമയത്തെല്ലാം എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ അധികം പുളിയില്ലാത്ത മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ മാങ്ങയുടെ പുളി അനുസരിച്ച് നമുക്ക് മാങ്ങ കഷ്ണങ്ങൾ കൂടുതൽ ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇത്രയും മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മിക്സിയുടെ ജാർ എടുത്തിട്ട് ഈ മാങ്ങ കഷ്ണങ്ങളൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിട്ടുള്ള കാന്താരി മുളകാണ്, വെള്ള കാന്താരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ കാന്താരി മുളകും നമ്മുടെ ചുവന്നുള്ളിയും നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതൽ മുളക് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ 5 കാന്താരി മുളകാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള തല കളഞ്ഞ് വൃത്തിയാക്കി വെച്ച ചെമ്മീൻ നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇനി 2-3 കറിവേപ്പില നമുക്കിതിലിട്ട് കൊടുക്കാം. കൂടുതൽ കറിവേപ്പില ഇടണ്ട, 2-3 ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിതൊന്ന് ചതച്ചെടുക്കാം. നന്നായി അരഞ്ഞു പോകരുത്, ഒന്ന് ചതച്ചെടുക്കുക. ഇപ്പോൾ നമ്മളിത് ചതച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇതൊന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ ചെമ്മീൻ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വയറ് നിറച്ച് ചോറുണ്ണാൻ നമുക്ക് ഈ ഒരു ചമ്മന്തി മാത്രം മതി. അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ ചമ്മന്തി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബായ്.